പിതൃക്കളെ നമ്മൾ ഓർക്കണം. പിതൃക്കൾക്ക് വേണ്ടത് വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ പോരെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവര് മരിച്ച നക്ഷത്രം, ഇപ്പോഴത്തെ യുഗത്തില് ആര് മരിച്ചാലും അവരുടെ ഡേറ്റ് ഓർത്തിരിക്കൂല, അവര് മരിച്ച ദിവസം ഓർത്തിരിക്കൂല. ചിലരൊക്കെ കുറിച്ചിടും, ചിലർ തന്നെ മറന്നുപോകും, അവരെ തന്നെ മറന്നുപോകും. അങ്ങനത്തെ ഒരു അനുഭവം. കാരണം കുറ്റപ്പെടുത്താൻ പറ്റൂല. അപ്പൊ ദോഷങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ നോക്കുമ്പോ പിതൃക്കളുടെ, അതായത് മാന്നി ഗുളികൻ നിൽക്കുന്നത് എവിടെ, ആ ഗുളികന്റെ അവസ്ഥ ഏത്? 10 ഗുളികൻ നിന്ന ജോലി സ്ഥിരത ഉണ്ടാവില്ല. 10ാം ഭാവം എന്ന് പറയുമ്പോ കർമ്മസ്ഥാനം. 10ാം ഭാവത്തില് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ജോലി സ്ഥിര ആകില്ല. ഒന്നെങ്കിൽ നമ്മൾ പോയിട്ട് ആ ജോലി രാജിവെച്ച് പോരും, ഇല്ലെങ്കിൽ അവരായിട്ട് നമ്മളെ പറഞ്ഞു വിടും. ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന പിതൃക്കളുടെ ദോഷങ്ങൾ കൊണ്ടിട്ട് വരാം. ഗുളികൻ എന്ന് പറയുന്ന സ്ഥിരമായിട്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ആളല്ല, ഇങ്ങനെ മാറി മാറ്റം വരും. അപ്പോ അഴുക്കാണ്. ആ അഴുക്ക് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. ആ പിതൃദോഷങ്ങൾ തീർക്കാൻ ചേലാമറ്റം അല്ലെങ്കിൽ തിരുവല്ലം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ, രാമേശ്വരം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട്, തിരുനെല്ലി, തിരുവല്ലം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് തെക്കു ഭാഗത്തായിട്ടാണ്. ഞാൻ പോയിട്ടില്ല. ചേലാമറ്റം ഞാൻ പോയിട്ടുണ്ട്, പെരുമ്പാവൂര്. അപ്പോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബലി ഇടുക, ഇല്ല എങ്കിൽ പിതൃ നമസ്കാരം ചെയ്യുക. ഇവിടെ നമ്മുടെ ശിവക്ഷേത്രത്തില്, ആലുവ ശിവക്ഷേത്രത്തിലും ചെയ്യും പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പം അവരുടെ പേര്, മരിച്ചത് മുത്തശ്ശിയാണെങ്കിൽ ആ മുത്തശ്ശിയുടെ പേര്, ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം തൊട്ട് മരിച്ച് ലാസ്റ്റ് വരെ മരിച്ചവരുടെ പേര് ആ നക്ഷത്രം എഴുതിയെടുത്തിട്ടാ പോണത്. അവിടെ ചെന്നിട്ടാണ് നമസ്കാരം നമ്മൾ നടത്തണത്. അത് നടത്തിയാൽ നമുക്ക് ഒന്നിനൊന്നിനും ഉപരിയായിട്ടേ വരുള്ളൂ നമ്മുടെ ജീവിതം. ഈ പിതൃക്കൾ നമുക്ക് കാവലായിട്ടുണ്ടാവും. അവരുടെ കാവല് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ കാവലാണ് പിതൃക്കൾ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.